നമസ്കാരം. വലിയ പ്രഖ്യാപനങ്ങളില്ലാതെ നടന്ന ഒരു കൂടിക്കാഴ്ച. പക്ഷേ സന്ദേശം കൃത്യമാണ്, വ്യക്തമാണ്. ഇറാൻ ഒറ്റയ്ക്കല്ല. ഇറാന്റെ ആണവ പദ്ധതിയെ ചൊല്ലി സംഘർഷം കൊടുമ്പിരി കൊണ്ട് നിൽക്കവേ ക്രെംലിനിൽ റഷ്യൻ പ്രസിഡന്റ് പുടിനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിലെ മുൻ സൈനിക ഉദ്യോഗസ്ഥനും ആയത്തുള്ള ഖമേനിയുടെ ഉപദേഷ്ടാവുമായ അലി ലാരിജാനിയും തമ്മിൽ നടന്ന ചർച്ചകൾ ലോകത്തിന് നൽകുന്നത് ശക്തമായ ഒരു താക്കീതാണ്. ഈ ഘട്ടത്തിൽ അമേരിക്കയുടെ ഉപരോധങ്ങളെയും ഭീഷണികളെയും നേരിടാൻ റഷ്യയും ഇറാനും ഒരു പുതിയ പ്രതിരോധ മതിൽ തീർക്കുകയാണ് എന്ന ചോദ്യമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ മുഴങ്ങുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയെ നിയന്ത്രിക്കാൻ ഒരു കരാറിലേക്ക് ഇറാനെ നിർബന്ധിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശക്തമായ സമ്മർദ്ദം ചെലുത്തുന്നതിനിടെ പുടിൻ ലാരിജാനി കൂടിക്കാഴ്ച നടത്തിയത്. എല്ലാ ഓപ്ഷനുകളും മേശപ്പുറത്തുണ്ട്. ഇത് ട്രംപിന്റെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പാണ്. സൈനിക നടപടി പോലും അമേരിക്ക പരിഗണിക്കുന്നു എന്ന സൂചനകൾ നൽകുകയാണ്. എന്തായാലും റഷ്യയിൽ നടന്ന ചർച്ചകളിൽ സാമ്പത്തിക സഹകരണം മുതൽ പ്രാദേശികവും അന്തർദേശീയവുമായ പ്രധാന വിഷയങ്ങൾ വരെ ഉൾപ്പെട്ടതായാണ് റഷ്യയിലെ ഇറാൻ എംബസി വ്യക്തമാക്കുന്നത്. വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഇറാന്റെ ആണവ പദ്ധതി, അമേരിക്കയുമായുള്ള സംഘർഷം, പശ്ചിമേഷ്യയിലെ സുരക്ഷാ സമവാക്യങ്ങൾ എന്നിവയാണ് ചർച്ചകളുടെ കേന്ദ്രമെന്നാണ് നയതന്ത്രങ്ങളുടെ വിലയിരുത്തൽ. ഇതിനു മുമ്പും അമേരിക്കയും ഇറാനും ഇടയിൽ ഇടനിലക്കാരനായി പ്രവർത്തിക്കാൻ റഷ്യ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കൂടിക്കാഴ്ചയുടെ പശ്ചാത്തലത്തിൽ വീണ്ടും അക്കാര്യമാണ് ശ്രദ്ധേയമാകുന്നത്. ഉക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇറാൻ റഷ്യയുടെ ഏറ്റവും അടുത്ത തന്ത്രപരമായ പങ്കാളികളിൽ ഒരാളായി മാറിയിട്ടുണ്ട്. അമേരിക്കയുടെയും പാശ്ചാത്യ സഖ്യകക്ഷികളുടെയും കടുത്ത ഉപരോധങ്ങൾ നേരിടുന്ന റഷ്യക്ക് ഇറാനുമായുള്ള ബന്ധം വെറും നയതന്ത്ര സൗഹൃദം മാത്രമല്ല, അത് സൈനികവും സാങ്കേതികവുമായ സഹകരണത്തിന്റെ ഒരു ശക്തമായ ബന്ധമാണ്. ഈ സാഹചര്യത്തിലാണ് ഇറാന്റെ ആണവ വിഷയത്തിൽ റഷ്യ തുറന്നുവെച്ച പിന്തുണയും ഇറാനെ അന്താരാഷ്ട്ര വേദിയിൽ ഒറ്റപ്പെടുത്താനുള്ള പാശ്ചാത്യ ശ്രമങ്ങളെ പ്രതിരോധിക്കുന്ന നിലപാടുകളെയും വായിക്കപ്പെടേണ്ടത്. ട്രംപ് ഭരണകൂടം തുറന്നുവെച്ച സൈനിക ഭീഷണി ഇറാനിലെ ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമിടുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാന്റെ രാഷ്ട്രീയ സൈനിക സംവിധാനത്തിന്റെ നട്ടെല്ലായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സ് കോർപ്സിന്റെയും അതിന്റെ അനുബന്ധ സായുധ ഘടകങ്ങളുമാണ് പ്രധാന ലക്ഷ്യങ്ങൾ. സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ അടിച്ചമർത്തുകയും ഹാസിജ നിർണായകമായി പങ്കുവഹിച്ചിരുന്നു. അതായത് മനുഷ്യാവകാശ സംഘടനകളുടെ ആരോപണങ്ങളെ തൃണവൽക്കരിക്കുന്നതായിരുന്നു. ഇത്തരം ആക്രമണങ്ങളെ ന്യായീകരിക്കുകയാണ് അമേരിക്ക വീണ്ടും ഉപയോഗിക്കുന്നത്. അതായത് അമേരിക്ക വീണ്ടും എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഇറാനിൽ ഉണ്ടാക്കാം എന്നതാണ് തലപുകഞ്ഞ് ചിന്തിക്കുന്ന കാര്യം. ടോമാഹോക്ക് മിസൈലുകളും യുദ്ധവിമാനങ്ങളും ഉപയോഗിച്ചുള്ള കൃത്യമായ ആക്രമണം എന്ന വാദം പാശ്ചാത്യ സൈനിക വിശകലനർ ആവർത്തിച്ചു പറയുന്നുണ്ട് എങ്കിലും, അതായത് ഈ വിദഗ്ധരുടെ വിലയിരുത്തൽ ആവർത്തിക്കുന്നുണ്ട് എങ്കിലും യാഥാർത്ഥ്യം അത്ര ലളിതമൊന്നുമല്ല. ഇറാൻ അനുകൂല വൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ കാര്യവുമാണ്. ഇറാന്റെ സുരക്ഷാ സംവിധാനം വെറും സ്ഥിരം സൈനിക താവളങ്ങളിൽ ഒതുങ്ങുന്ന ഒരു കാര്യമേ അല്ല. വർഷങ്ങളായുള്ള ഉപരോധങ്ങളുടെയും ഭീഷണികളുടെയും ഇടയിൽ ആക്രമണം മുൻകൂട്ടി കണക്കിലെടുത്ത് പാളിയായി പ്രതിരോധ ഘടനയായാണ് ടെഹ്റാനിൽ വികസിപ്പിച്ചത്. ആകാശ പ്രതിരോധം മുതൽ ഭൂഗർഭ സൗകര്യങ്ങൾ വരെ വ്യാപിപ്പിക്കുന്ന ഈ സംവിധാനം ഒറ്റ ആക്രമണത്തിൽ എല്ലാം തകർക്കാമെന്ന അമേരിക്കൻ അവകാശവാദങ്ങളെ ചോദ്യം ചെയ്യുന്നതാണ്. ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദ് അടക്കമുള്ള സഖ്യകക്ഷികളുടെ സഹായത്തോടെ ഇറാനെ പൂർണ്ണമായി നമുക്ക് വായിച്ചെടുക്കാം. രാഷ്ട്രീയ മനോവീര്യം തകർക്കാനുള്ള ഭാഗമായാണ് ഇറാൻ കാണുന്നത്. മുൻകാലങ്ങളിൽ ചില ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ നടത്തിയിരുന്നതും സത്യമാണ് എങ്കിലും അതിനെ ഇറാന്റെ സുരക്ഷാ സംവിധാനത്തിൽ പരാജയമായി മാത്രം ചിത്രീകരിക്കുന്നത് ഏകപക്ഷീയമായ വിലയിരുത്തലാണ് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്നാലും അത്തരം സംഭവങ്ങൾക്ക് ശേഷം ഇറാൻ തന്റെ ഇന്റലിജൻസ് പ്രതിരോധ സംവിധാനങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തിയതും ആഭ്യന്തര സുരക്ഷാ ഘടകങ്ങൾ പുനർസംഘടിപ്പിച്ചതുമാണ് സത്യം. ഇതോടെ തന്നെ റഷ്യ പതറും എന്ന പാശ്ചാത്യ പ്രവചനങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് തന്നെയാണ് റഷ്യ ഇറാൻ കൂട്ടുകെട്ട് യുദ്ധഭൂമിയിൽ മറ്റൊരു ഗെയിം ചേഞ്ചർ നീക്കം നടത്തുന്നത്. ഉക്രൈൻ യുദ്ധത്തിൽ ആയുധബലത്തിനൊപ്പം സാങ്കേതിക ബുദ്ധിയും കുറഞ്ഞ ചിലവിൽ നവീന തന്ത്രങ്ങളും ഉപയോഗിച്ച് റഷ്യ പുതിയ മേൽക്കൈ നേടിയെടുക്കുകയാണ്.
ഈ തന്ത്രത്തിലെ പ്രധാന ഘടകമാണ് ഇറാനുമായുള്ള ഡ്രോൺ സഹകരണം. വർഷങ്ങളായുള്ള ഉപരോധങ്ങളുടെ കീഴിൽ ഡ്രോൺ യുദ്ധത്തിൽ പരിചയം നേടിയ ഇറാന്റെ സാങ്കേതിക അറിവ് റഷ്യക്ക് നിർണായക ആയുധമായി മാറിയിരിക്കുകയാണ്. 2026 ജനുവരി തുടക്കത്തിൽ ഉക്രൈനിൽ കണ്ടെത്തിയ തകർന്ന ഡ്രോണിന്റെ അവശിഷ്ടങ്ങളാണ് ഈ മാറ്റത്തിന്റെ ആദ്യ സൂചന നൽകിയത്. സാധാരണ ഡ്രോണുകളെക്കാൾ വേഗതയേറിയ ശക്തിയുള്ള ഈ പുതിയ മോഡൽ റഷ്യ യുദ്ധം പുതിയ ഘട്ടത്തിലേക്ക് കൊണ്ടുപോകുന്നു എന്നതിന്റെ അടയാളമാണ്. ഇതാണ് ഉക്രൈൻ പ്രസിഡന്റ് വോളോഡിമിർ സെലൻസ്കിയെ തുറന്ന ആശങ്ക പ്രകടിപ്പിക്കാൻ പ്രചോദനമായത് അല്ലെങ്കിൽ പ്രേരിപ്പിച്ചതും. ഒരു ദിവസം 1000 ഡ്രോണുകൾ നിർമ്മിക്കുന്നു എന്ന് അവകാശപ്പെട്ടിട്ടും അത് പര്യാപ്തമല്ല എന്ന് അദ്ദേഹം ലോക സാമ്പത്തിക ഫോറത്തിൽ പറഞ്ഞതും ഡ്രോൺ യുദ്ധം എത്രത്തോളം നിർണായകമായി മാറിക്കഴിഞ്ഞു എന്നതിന്റെ ശക്തമായ തെളിവാണ്.